എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഒടുക്കത്തെ ടേസ്റ്റ്. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? എങ്ങനെയുണ്ട്? കഴിച്ചില്ലേ? രണ്ടാമത് കഴിച്ചില്ലേ? എടുത്തില്ല. ഏത്? മൂന്നാമതില്ല, 2 പ്രാവശ്യം കഴിക്കാൻ പാടുള്ളൂ കേട്ടാ. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? പൊളിയാണ്. ഡെയിലി ആക്കണത് കിട്ടിയ? സൂപ്പർ സൂപ്പർ. കഴിച്ചേർന്നാ? എങ്ങനെയുണ്ടായിരുന്നു? നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? ഇതുപോലെ തന്നെ ഒരു ടീം ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഔഷധമൊക്കെ കഴിച്ചിട്ട് അടിപൊളിയായിരുന്നു. എത്ര പ്രാവശ്യം കഴിച്ചു? രണ്ടാമത്തെ മേടിച്ച. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഇത് നമുക്ക് ഡെയിലി ആക്കിയാലോ? നമുക്ക് പൊളിക്കൂലേ? എങ്ങനെയുണ്ട്? സൂപ്പർ. നീ കഞ്ഞി കഴിച്ചില്ലല്ലോ. എന്താ? അത് വീട്ടിൽ നിന്ന് മുന്നേ നമുക്ക് ഇത് എപ്പോഴും കിട്ടൂലല്ലോ. ഇത് ഒരു ഇത്തിരി എടുത്ത് കഴിക്കണം. നമ്മൾ ചേട്ടന്റെ പേരിൽ ഒരു ഇത്തിരി എടുത്ത് കഴിച്ചേ. എങ്ങനെയുണ്ട് കഞ്ഞി? നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സൂപ്പറാണ്. എന്തുണ്ട്? കൊള്ളാം. നീ കഴിച്ചില്ലേ? എത്ര പ്രാവശ്യം കഴിച്ചു? ഒരു പ്രാവശ്യം ഇട്ടുള്ളൂ. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? എങ്ങനെയുണ്ട്? നല്ലതാണ്. പക്ഷേ ഇതിന്റെ ഔഷധക്കഞ്ഞിയുടെ ഒരു തിരക്കിലായിരിക്കൂല? അതെ. എന്താണ് പറയാനുള്ളത്? മാഷി ഈ സ്കൂളിൽ വന്നിട്ട് ഏകദേശം എത്ര നാളുകളായി? 5 വർഷമായി. ഇവര് സംഘടിപ്പിക്കുന്നത് എത്ര നാളുകളായി? കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു? എങ്ങനെയാണ്? ഈ പിള്ളേർക്ക് ഇത് കൊടുക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. കാരണം നമ്മൾ ആയുർവേദ പച്ചമരുന്നിന്റെ ഉപയോഗം ജീവിതത്തിൽ കുറഞ്ഞു വരുന്ന അവസ്ഥയാണ്. അപ്പോൾ അത് ഒരു വലിയ ബോധ്യം അതിനെക്കുറിച്ച് നൽകാൻ ഉപകരിക്കും. കുട്ടികളും അവർ വീട്ടിൽ ചെല്ലുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച മുതിർന്നവരുടെ അറിവ് പറഞ്ഞു കൊടുക്കും. നമ്മുടെ ഒരു ആയുർവേദ മരുന്ന് ഉപയോഗിക്കുന്ന ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സംസ്കാരം വളരെ വളരെ നല്ലതാണ്. ഇനിയും ഇതുപോലെ സംഘടിപ്പിക്കാൻ എല്ലാവർക്കും കഴിയും. തീർച്ചയായും. ഓക്കെ ബേബി സാർ വന്നിട്ട് ഏകദേശം എത്ര നാളുകളായി ഈ സ്കൂളിൽ? ഞാനിപ്പോൾ 1 വർഷത്തിൽ കൂടുതലായി. കഴിഞ്ഞ കൊല്ലവും ഇതുപോലെ ഈ ഔഷധക്കഞ്ഞി ഇങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു ഇവിടെ ഈ സ്കൂളിൽ? ഞാൻ വന്നതിന് ശേഷമായിരുന്നു. ആണല്ലേ? കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ചതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? രീതിയിൽ എല്ലാ വർഷവും ഇത് ഇവിടെ സംഘടിപ്പിക്കാൻ ഇതിൻ്റെ പ്രവർത്തകരായ മുസ്ലിം ലീഗ് സെന്ററിന് കഴിയുന്നുണ്ട്. സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ഈ കർക്കിടക മാസത്തിൽ ഈ ഔഷധക്കഞ്ഞി വളരെ ഉപകാരപ്രദമാണ്. അത് നല്ല രീതിയിൽ തന്നെ സംഘടിപ്പിക്കാൻ ഇതിൻ്റെ സംഘാടകരെ ശ്രദ്ധിക്കാറുണ്ട്. വളരെ നന്ദിയുണ്ട്. എല്ലാവർക്കും ഇതുപോലെ സംഘടിപ്പിക്കാൻ കഴിയട്ടെ എന്നുള്ളത്. തീർച്ചയായിട്ടും അതിന് കഴിയുന്ന ഒരു പാർട്ടി എന്നുള്ള ഒരു ബേസിലല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ചെയ്യുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ. തീർച്ചയായിട്ടും ഇവിടെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ സംഘടിപ്പിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് വിദ്യാലയങ്ങളും ഇതുപോലെ കുട്ടികൾക്ക് ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾ തയ്യാറായിട്ട് മുന്നോട്ട് വരേണ്ടതാണ് എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇന്ന് നമ്മൾ പഠിച്ച സ്കൂളിൽ തന്നെ ഒരു ഔഷധ കഞ്ഞി വിതരണത്തിൽ പങ്കെടുക്കാൻ പറ്റിയാൽ എങ്ങനെയാണ് മോഞ്ഞേണ്ട ഒരു അഭിപ്രായം? ഈ സ്കൂളിലെ എല്ലാ പരിപാടികളിലും കൃത്യമായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഒരു 10-25 കൊല്ലം മുമ്പ് ഇവിടുന്ന് ഇറങ്ങിപ്പോയ ഒരാളാണെങ്കിലും ഇന്നിവിടെ വരുമ്പോൾ ഒരു ഗൃഹാതിർത്തി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് എല്ലാ പരിപാടിയിലും പങ്കെടുക്കാറുണ്ട്. ഇന്നിവിടെ നടന്ന ഈ പരിപാടി എന്ന് പറഞ്ഞാൽ വളരെ മാതൃകാപരമായ പരിപാടിയാണ്. ഒന്നാമത്തെ കാര്യം വളരെ രാഷ്ട്രീയ പ്രവർത്തനം, അതുപോലെ തന്നെ തികഞ്ഞ മനുഷ്യസ്നേഹിയുമായിട്ടുള്ള പാണക്കാട് ക്ഷേത്രങ്ങളുടെ സ്മരണാർത്ഥം ഇവിടുത്തെ മുസ്ലിം ലീഗ് ഘടകം ഈ കുട്ടികൾക്ക് ഔഷധക്കഞ്ഞി വിതരണം ചെയ്യുന്നു എന്നുള്ള വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ചില വീടുകളിൽ നിന്ന് സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെപ്പറ്റി അവർക്ക് അറിവുണ്ടാവില്ല. അതിനെപ്പറ്റി കുട്ടികളുടെ ഇടയിൽ ഒരു ബോധവൽക്കരണം നടത്താനും മാതൃകാപരമായ രീതിയിൽ ഒരു ഔഷധക്കഞ്ഞി വിതരണം നടത്താനും ഇവിടുത്തെ സ്കൂൾ അധികൃതരോട് ചേർന്ന് ഇവിടുത്തെ മുസ്ലിം ലീഗ് ഘടകം ചെയ്യുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഒരു മനുഷ്യസ്നേഹിയായിരുന്നു ക്ഷേത്രങ്ങൾ. മനുഷ്യസ്നേഹം മാത്രമല്ല, അതേപോലെ പൊതുജനോപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾക്ക് നേതൃത്വം വഹിച്ചിട്ടുള്ള ആളാണ്. ഞാനവിടെ പുറത്തുനിൽക്കുന്ന തറവാട്ടിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലിപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ ഇടവ് നട്ട ആളാണ്. അവരുടെ ആ ആതിഥേയത്വ സ്വഭാവം, ഇത്ര പരിചയമില്ലാത്ത ആളാണെങ്കിൽ പോലും അവർ കാണിക്കുന്ന സ്നേഹ വാത്സല്യങ്ങളൊക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം നിലയിലല്ല ഞാൻ പറയുന്നത്, അല്ലാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ മനുഷ്യസ്നേഹിയായ ഒരാൾ. എന്തായാലും അദ്ദേഹത്തിൻ്റെ പേരിൽ ഇങ്ങനൊരു സംഭവം തുടങ്ങിയത് വളരെ മാതൃകപരമായി തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത് തുടങ്ങണം. സാധാരണഗതിയിൽ 7 ദിവസമാണ് മരുന്ന് മിനിമം കഴിക്കേണ്ടത്. 1 ദിവസമേ ഉള്ളൂ. എങ്കിലും നമുക്ക് ഒരു പ്രചോദനമാണ്. ബാക്കിയുള്ള 6 ദിവസം അവരുടെ കാരണവന്മാർ വീട്ടിൽ കുട്ടികൾക്ക് അത് കൊടുക്കണം എന്നാണ് ഞാൻ പറയാനുള്ളത്. ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത് ഏറ്റവും ആരോഗ്യകരമായ ഒരു സമയം നമ്മുടെ ശരീരം ഇളവായിക്കൊണ്ടിരിക്കുകയെന്നാണ് ആയുർവേദ ഭാഷയിൽ പറയുന്നത്. ആ സമയത്ത് നമ്മൾ കഴിക്കുന്ന മരുന്നുകളെല്ലാം വളരെ ഇഫക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ പിടിക്കുന്നതാണ്. ഏതായാലും ആ പീരീഡ് തന്നെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ ഔഷധക്കഞ്ഞിയുടെ പ്രയോഗം നടക്കുന്നത്. ഞാൻ പഠിച്ചൊരു വിദ്യാലയത്തിൽ ഇതുപോലെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ
അപ്പോൾ വരേണ്ടതും ഇതിന് പങ്കുചേരേണ്ടത് ധാർമ്മികമായ ചുമതലയാണെന്നുള്ള ബോധ്യം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് ഞാനിവിടെ വരാനിടയായതും ഇതിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചത്. വളരെ സന്തോഷം. ഇത് തുടരണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി ആയ ശ്രീ ഷാനവാസ് ഇവിടെ ഇരിക്കുന്നത്. ഷാനവാസെ, എന്താണ് നമ്മുടെ ഈ മരുന്നഞ്ഞിനെ കുറിച്ചുള്ള അഭിപ്രായം? മഹാനായ ശിഹാബ്ദങ്ങളുടെ പേരിൽ ഇത്തരത്തിലുള്ള പുണ്യപ്രവൃത്തി കർക്കിടക മാസത്തിൽ തന്നെ നമുക്കത് ഉപകാരപ്രദമായ രീതിയിൽ എല്ലാ കുട്ടികൾക്കും അതുപോലെ തന്നെ പഞ്ചായത്തിലെയും നമ്മുടെ ഇതിലുള്ള എല്ലാവരെയും വിളിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടി വയ്ക്കുന്നത്. അത് ഇന്നുവരെ മുടങ്ങിയിട്ടില്ല. അത് ഇനിയും നടത്തണം. മഹാനായ ശിഹാബ്ദങ്ങളുടെ പേര് ചെയ്യുമ്പോൾ നമുക്കൊരു അഭിമാനമുള്ളൂ. ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായി ഇരുന്ന ശിഹാബ്ദങ്ങളുടെ മരണത്തിന് ശേഷം ഇങ്ങനൊരു പുണ്യപ്രവൃത്തി ചെയ്യാൻ നമുക്ക് എന്നും സാധിക്കുന്നുണ്ട്. അത് ഇനിയും തുടരും. ഇത്തവണ ചാർജ് എടുത്തേക്കുന്നത് താങ്കളാണല്ലോ പി ടി എ പ്രസിഡന്റ്. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ഇവർ വർഷങ്ങളിൽ ഇവർ ശിഹാബ്ദങ്ങൾ റിലീഫ് സെൻ്ററിൻ്റെ പേരിൽ ഒരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. അവരെല്ലാ വർഷവും നടത്തി വരുന്നതാണ്. ഈ കുട്ടികൾക്ക് ഈ പാരമ്പര്യ ഭക്ഷണത്തെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ശിഹാബ്ദങ്ങൾ റിലീഫ് സെൻ്റർ നമ്മുടെ സ്കൂളിന് വേണ്ടി നടത്തിയ പ്രോഗ്രാമിന് പ്രത്യേക ആശംസകൾ അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. നമ്മൾ ഈ വർഷവും നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഈ പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മരുന്നുകളൊക്കെ നമ്മൾ ഇടിച്ച് പാരമ്പര്യ വൈദ്യൻ അങ്ങനെയുള്ള ഒരു സംഭവത്തിലാണ് നമ്മൾ ഈ പ്രാവശ്യം ചെയ്തത്. എന്തായാലും ഒരു നല്ലൊരു പ്രോഗ്രാമായിട്ട് തന്നെ എല്ലാവരും ഇതിനെ ഒരു ഇത് പറഞ്ഞു തരുന്നു. എല്ലാവിധ ആശംസകളും. നല്ല രുചിയുള്ള കഞ്ഞി കൊതി തീരുമാനം രണ്ടാമത് കുടിച്ചു. അതുപോലെ തന്നെ ഈ കഞ്ഞി ഉണ്ടാക്കിയ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ചേച്ചി, എന്താ പേരെന്താ? സജിത. ഈ കഞ്ഞി ഉണ്ടാക്കാനുള്ള ഇത് ചേച്ചി നേരത്തെ പഠിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ സംഭവങ്ങൾ ഒന്ന് പറയാം. പഠിച്ചെന്ന് പറഞ്ഞാൽ വീട്ടില് കാരണന്മാർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത അങ്ങനെ ഒരു ശീലമുണ്ട്. അപ്പൊ പിന്നെ ഇവിടെ കഴിഞ്ഞ തവണ ഞങ്ങള് സൊസൈറ്റിയിലെ മാർക്കറ്റില് ഒരു 5 ദിവസം കഴിഞ്ഞ ഈ കർക്കിടകം ഫസ്റ്റ് തുടങ്ങി ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇത് കഴിച്ചിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ സന്തോഷത്തോടു കൂടി വന്നതാണ്. ഇതിനകത്ത് ഞങ്ങളെ ഇപ്പൊ കുട്ടികൾക്കായതുകൊണ്ട് ഒരുപാട് കയ്പുള്ള മരുന്നുകളൊന്നും ചേർത്തിട്ടില്ല. ഞാൻ ബാക്കി എന്നാലും എല്ലാ മരുന്നുകളും തന്നെ ചേർത്തിട്ടുണ്ട്. നന്നായി എല്ലാവരും സാധാരണ നമ്മളൊക്കെ പഠിക്കേണ്ട സമയത്ത് ഇതേപോലെ സ്കൂളുകളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇത് ഞാൻ പറയുകയാണെങ്കിൽ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് വേണ്ട പച്ചമരുന്നുകളൊക്കെ കുട്ടികൾ തന്നെ കളക്ട് ചെയ്ത് കൊണ്ടുവരാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പിള്ളേർക്ക് അറിയാൻ പറ്റും. കാരണം ഇതിപ്പോ ഞങ്ങളൊക്കെ കഴിയുമ്പോൾ കുറെ ആൾക്കാരെ കൊണ്ട് പോയി കഴിയുമ്പോൾ പിള്ളേർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയാൻ പാടില്ലാണ്ടാകും. അപ്പൊ ഈ മരുന്നുകളൊക്കെ ഓരോ ക്ലാസ്സുകാരും പറിച്ചുകൊണ്ടുവരാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് നമ്മളൊരു ഏകദേശം ഒരു 50-60 മരുന്നുകളോളം പച്ചമരുന്നുകൾ ചേർത്തിട്ടുണ്ട്. അത് ഇപ്പൊ മെയിനായിട്ട് കുട്ടികൾക്കായതുകൊണ്ട് ബ്രഹ്മി അങ്ങനെയുള്ള സാധനങ്ങളാണ്. വലിച്ചെവി, പൂവാങ്കുരുന്ന് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് പുള്ളിയർത്തേക്കുന്നത്. ഇത് സാധാരണ നമ്മൾ ഈ കർക്കിടക മാസത്തിൽ തന്നെയാണ് എങ്ങനെ കഴിക്കേണ്ടത് സംഭവം? കർക്കിടക മാസത്തിലാണ് കഴിക്കേണ്ടത്. കൂടുതൽ ഔഷധ ഗുണം സസ്യങ്ങൾക്കൊക്കെ കൂടുതൽ കർക്കിടക മാസത്തിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിത് കർക്കിടകത്തിൽ കഴിക്കുന്നത്. പിന്നെ തണുപ്പും ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ജീരകം, ഉലുവ എല്ലാം ചേർക്കുമ്പോൾ നല്ലതായിരിക്കും. ഔഷധക്കഞ്ഞി വിതരണ തിരക്കിലാന്ന് തന്നെ. ചേച്ചി, എന്താണ് അഭിപ്രായം? ഇത് സ്ഥിരമായിട്ട് സ്കൂളിൽ ഇത് ചെയ്യണാണോ ചേച്ചി? നല്ല സൂപ്പറായിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചതിലും നല്ല സൂപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാ കൊല്ലവും ഇത് ഔഷധത്തിൽ കൊടുക്കുന്നതാണ് കുട്ടികൾക്ക്. ഓരോ കൊല്ലം ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ്. അത് കുട്ടികളടക്കം ഇതിനെ ഭയങ്കര ഒരു അഭിപ്രായമാണ് പറയുന്നത്. സാധാരണ പിള്ളേർക്ക് ആർക്കും ഇഷ്ടപ്പെടൂല. സാധാരണ ഇങ്ങനെ ഔഷധം ഇവിടുത്തെ പിള്ളേർക്ക് ഇത്ര നാൾ നമ്മൾ വെച്ചതിൽ എല്ലാ പിള്ളേർക്കും എല്ലാ കൊല്ലവും നല്ല ഇഷ്ടപ്പെട്ടാണ് നമ്മൾ വെച്ചേക്കുന്നത്. കുട്ടികൾക്കായിട്ട് നമ്മൾ തേങ്ങയൊക്കെ ഒരുപാട് ചേർത്ത് നല്ല ടേസ്റ്റിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ചെറിയ സ്കൂളായതുകൊണ്ട്, LP സ്കൂളായതുകൊണ്ട് നമ്മൾ എന്ത് ഓണസദ്യ ആയാലും ക്രിസ്മസിൻ്റെ ആയാലും ഔഷധക്കഞ്ഞി ആയാലും പിന്നെ നമ്മളുടെ നോമ്പ് കാലത്തെ തരിക്കഞ്ഞി അങ്ങനെ എല്ലാം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. കൊച്ചു പിള്ളേരും ഞങ്ങളോട് പറയുന്നത് നല്ല ഔഷധക്കഞ്ഞിയാണ് ചേച്ചിയെന്നാണ് പറയുന്നത്. ഇതൊരു ജോലിയായിട്ട് തെരഞ്ഞെടുക്കാതെ ഇതിൽ വന്ന് പങ്കെടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട്. ഉണ്ടാക്കണം. ഇതിന് ഒരു ചെറിയൊരു പണിയല്ലല്ലോ. സാധാരണ കഞ്ഞി ഉണ്ടാക്കുന്ന ഒരു സംഭവത്തിലല്ല. നമ്മൾ മരുന്നുകൾ ഉണ്ടാക്കുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഒരുപാട് സഹകരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ. കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ ഔഷധക്കഞ്ഞി നമ്മുടെ സ്കൂളിൽ കൊടുക്കേണ്ടായിട്ടുണ്ട്. കർക്കിടക മാസത്തിൽ ഇങ്ങനെ ഒരു ഔഷധക്കഞ്ഞി കൊടുക്കുന്നതോടൊപ്പം തന്നെ കുട്ടികൾക്ക് എല്ലാ പച്ചമരുന്നുകളെക്കുറിച്ചുള്ള അവരോട് അതിനെ സംബന്ധിച്ച് ഓരോ മരുന്നുകളെ സംബന്ധിച്ചുള്ള അതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചുള്ള ഒരു ക്ലാസ് എടുത്തു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കർക്കിടക കഞ്ഞി കുടിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ പ്രാവശ്യവും ഇതുപോലെ തന്നെ നമുക്കിവിടെ കർക്കിടക കഞ്ഞി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നേതൃത്വപരമായിട്ട് ഷാനുവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വന്നിട്ടുള്ളവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ഈ വിദ്യാലയത്തിൽ എല്ലാ വർഷവും നടത്താവുന്ന പോലെ തന്നെ ഈ പരിപാടി ഗംഭീരമാക്കിയ അധ്യാപകരെയും രക്ഷാകർത്താ സമിതിയെ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കർക്കിടക കഞ്ഞി തന്നെയാണ്.